സ്തോത്രം കർത്താവേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ, കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. ഫറവോനു ഞാനിനി അടിമയല്ല. ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയെ. മരുവിലൻ ദൈവമെനിക്കധിപതിയെ. തരുമവൻ പുതുമന്ന അതു മതിയെ. തരുമവൻ പുതുമന്ന അതു മതിയെ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. സംഹാരദൂതനെന്നെ കടന്നു പോയി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 49-ാം സങ്കീർത്തനം വായിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. വായിക്കുന്നത് തന്നെ ആവർത്തിച്ചാൽ മതി. വായിക്കാം. നാൽപ്പത്തിയൊമ്പതാം സങ്കീർത്തനം. 49-ാം സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യജനവും ശ്രേഷ്ഠജനവും, സാമാന്യജനവും ശ്രേഷ്ഠജനവും, ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ, ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ ജ്ഞാനം പ്രസ്താവിക്കും. ജ്ഞാനം പ്രസ്താവിക്കും. എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെയായിരിക്കും. ധ്യാനം വിവേകം തന്നെയായിരിക്കും. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന്, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്നു. എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു.
സഹോദരന് ശവക്കുഴി കാണാതെ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല. അത് ഒരു നാളും സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിരങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപമില്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിത് പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിത് പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ഞങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി കൂട്ടുവരുത്തിയിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് വേണ്ട നന്മകളൊക്കെയും ഇന്നുവരെയും നൽകിയ ദൈവം ഇന്നും ഞങ്ങൾക്ക് സഹായകനായി കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ കാണുമാറാകണമേ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടും ദൈവത്തെ ആരാധിച്ച് വിടുതൽ പ്രാപിച്ചും ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയോളം എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിച്ചു കൊള്ളണം. ദൈവത്തിന് വിരോധമായ ഒരു ജീവിതവും ഞങ്ങൾക്കുണ്ടാകരുത്. കർത്താവിൻ്റെ സഭ ഈ നാളുകളിൽ പുഷ്ടി പ്രാപിച്ചു വരികയാണ്. കർത്താവെ, ദൈവം അതിന് തണലുമായിരുന്ന് പരിപൂർത്തിയിലേക്ക് നയിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ ഞങ്ങളോടൊപ്പം ഇരിക്കുമാറാകട്ടെ. പുനഃനാം മഹത്വമുള്ളതാകട്ടെ. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കൂട്ടായ്മയ്ക്കായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. കാത്തുകൊള്ളണം, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ നാം കടന്നു വന്നിരിക്കുന്ന സമയമാണ്. നമ്മൾ വിവിധ ഇടങ്ങളിൽ വിവിധ അവസ്ഥയിലായിരിക്കുന്ന ഈ സന്ദർഭം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സാധ്യമല്ലാത്ത നിലയിൽ ഈ ലോകത്തിൻ്റേതായ സാഹചര്യമൊക്കെയും നമുക്ക് പ്രതികൂലമായിരിക്കുന്നത്
നമുക്കറിയാം. എന്നാൽ ഈ പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പ്രകാരം വിശ്വസ്തത കാണിക്കുന്നത് ആര്? അല്പത്തിൽ വിശ്വസ്തത കാണിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തത കാണിക്കുന്നവൻ അവൻ ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠനാണ്. നമുക്കെല്ലായ്പ്പോഴും ഒരുപോലെ എല്ലാ സൗകര്യങ്ങളും ഒത്തൊന്നു വരില്ല. അതിൽ കൂടി എല്ലാം നമ്മൾ കടന്നു പോകണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ചിതറിപ്പോയവർ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, ആ ഉപദ്രവം ഹേതുവായി ഭയപ്പെട്ട് ചിതറിപ്പോയ സഭയിലുള്ള സഭാംഗങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നാൽ ഇനി ഈ മാർഗം വേണ്ടാന്ന് വെച്ചില്ല. അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ സുവിശേഷം അറിയിച്ചു പോകുന്നു. പീഡനത്താൽ നിന്നു പോകുന്നതോ നശിച്ചു പോകുന്നതോ അല്ല ദൈവസഭ. ദൈവസഭ പ്രതികൂലങ്ങൾ തന്നെ നേരിട്ട് മുൻപോട്ട് പോകുന്ന സഭയാണ്. ദൈവസഭയ്ക്ക് ഒരിക്കലും ഈ ലോകം യോഗ്യമല്ല. എന്നാൽ ദൈവസഭയ്ക്ക് സഹായമായി സകല ലോകത്തിൻ്റെയും ഉടയവനുണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സഭയുടെ പ്രാഗൽഭ്യവും നിലനിൽപ്പും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നാം ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇന്നിപ്പോൾ ഒരു സൗകര്യം അല്പസമയം ഒരു സൗകര്യം കിട്ടിയ ദിവസം അതിന് സ്വന്തം വഴിക്ക് പോകുവാനല്ല, പിന്നെയോ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ദൈവത്തോട് ഞാൻ വിശ്വസ്തത കാണിക്കണം. കർത്താവ് എന്നെ വിളിച്ചത് ആരാധിപ്പാനാണ്. ആ ആരാധനയ്ക്ക് മുടക്കം വരുത്തുവാൻ ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്താൻ പോരാ എന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിവില്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മുടെ വിശ്വസ്തത തെളിയിക്കാൻ കഴിഞ്ഞു. ദൈവം നമ്മെ മാനിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകും. ഈ കാലങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ മനുഷ്യ സമൂഹം കടന്നു പോകുന്ന വഴികൾ നമുക്കറിയാം. ലോകത്ത് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ഒരു ദിവസം മരിക്കുന്നവരെത്ര, ബാധിക്കപ്പെടുന്നവരെത്ര, ഒരു ദിവസം വേദന അനുഭവിക്കുന്നവരെത്ര, ഇതൊക്കെയും നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലിസ്റ്റ് നമ്മൾ കേട്ടു. 173 പേരാണ് ഈ രോഗനിമിത്തം പോയത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. പ്രധാന വചനത്തിൽ നമ്മൾ കേട്ടത് അനർത്ഥം, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഇത് രണ്ടും നമുക്ക് തന്ന വാഗ്ദത്തമാണ്. അനർത്ഥവും അതുപോലെ തന്നെ ബാധയും നമുക്കുള്ളതല്ല, വിശ്വാസിക്കുള്ളതല്ല. എന്താണ് വിശ്വാസിക്ക് അനർത്ഥവും ബാധയും സംഭവിക്കാത്തതിൻ്റെ കാരണം? അതിന് വചനം പറയുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. നമ്മൾ അത്യുന്നതൻ്റെ മറവിലാണ്, സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ്. മുൻപേ നമ്മൾ ഇരുട്ടിലിരുന്നവരാണ്, ഇരുളായിരുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു. നമ്മളൊരു പ്രകാശം കണ്ട്, സുവിശേഷത്തിൻ്റെ പ്രകാശം കണ്ട് വെളിച്ചത്തിലേക്ക് വന്നവരാണ്. അങ്ങനെയാണ് കർത്താവ് നിന്ന് നമുക്ക് സർവശക്തൻ്റെ നിഴലിലായിത്തീരുവാൻ, നമുക്ക് മരണനിഴലിൽ നിന്ന് വിടുതൽ തന്നവൻ. മുമ്പ് നമ്മൾ മരണത്തിന് അധികാരിയായ പിശാചിന് അടിമയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, നിത്യജീവന് അവകാശിയായ, നിത്യജീവൻ്റെ ഉടയവനായ ക്രിസ്തുവിന് അടിമയാണ്. അതുകൊണ്ട് പഴയതൊക്കെയും കഴിഞ്ഞുപോയി. ഇന്ന് നമ്മൾ യാതൊരു തരത്തിലും ശത്രുവിനെ ഭയപ്പെടാതെ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള വചനത്തിൻ്റെ പ്രമാണത്താൽ ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നവരാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം ഇങ്ങനെ സർവശക്തൻ്റെ കീഴിലായിരുന്നിട്ടും, ചിറകിൻ കീഴിലായിരുന്നിട്ടും, നിഴലിലായിരുന്നിട്ടും അവർ പീഡിപ്പിക്കപ്പെട്ടു. സംഭവിച്ചത് എന്താ? അവർ സംഭവിച്ചത് മരുഭൂമിയിൽ അവർ വീണുപോയത് 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടിട്ട് കാലേബും യോശുവയും ഒഴികെ ആ 6 ലക്ഷത്തിൽ പരം പേരും മരുഭൂമിയിൽ പെട്ടുപോയി, മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? അതിൽ എഴുതിയിരിക്കുന്ന അനർത്ഥം, ബാധ, ഇത് രണ്ടിനാലാണ് മരിച്ചു. അത് അതിനെ പരിശോധിക്കുമ്പോൾ അറിയാം.
എന്തുകൊണ്ടാണ് അവരെ ബാധ, വചനം എഴുതിയിരിക്കുന്നത് ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് അവരെ അനർത്ഥവും ബാധയും ബാധിച്ചത്? അതിനാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിച്ചു. സർവശക്തിൻ്റെ നിഴലിൽ കീഴിൽ ആയിരിക്കുന്ന ജനം ഇതിന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇതിപ്പോൾ പുറത്തു പോകുന്നത്? അവരെങ്ങനെയാണ് പുറത്തു പോയത്? അതിനുള്ള കാരണവും ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 5 കാര്യങ്ങളാലാണ് അവർ പുറത്തു പോയത്. 1, അവർ ദുർമോഹം അവർക്കുണ്ടായി, വിഗ്രഹാരാധന ഉണ്ടായി, ദൈവത്തെ പരീക്ഷിച്ചു, പരസംഗം ചെയ്തു, ദൈവത്തോട് പിറുപിറുത്തു. ഈ 5 കാര്യങ്ങളാൽ ഈ നിഴലിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോകും. നല്ലൊരു നിഴൽ കിട്ടി സ്വസ്ഥമായിട്ട് നല്ല സുഖമായിട്ട് ഇരുന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു പുറത്തേക്ക് ഇറങ്ങി കാറ്റും മഴയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പ്രതികൂലമെല്ലാം അനുഭവിക്കുന്നത് പോലെയാണ്. കർത്താവ് വിളിച്ച് ചേർത്താൽ കർത്താവ് ആക്കി വയ്ക്കുന്നത് കർത്താവിൻ്റെ നിഴലിലാണ്. അതും ജീവൻ്റെ നിഴലാണ്. ആ നിഴലിൽ ഇരുന്ന് നിത്യജീവനെ പ്രാപിച്ച് കർത്താവ് ഇരിക്കുന്നിടത്ത് ചെന്ന് എത്താനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ നിഴലിൽ നിന്ന് പുറത്തു പോകരുത്. ആ നിഴലിൽ നിന്ന് പുറത്തു പോയവരാണ് നശിച്ചു പോയത്. ആ നിഴലിൽ നിന്ന് പുറത്തു പോയവർക്കുണ്ടായ ആ പുറത്തു പോകാനുണ്ടായ കാരണമാണ് 5 എഴുതിയേക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ട് എഴുതിയിരിക്കും. നമുക്ക് എഴുതി വച്ചിരിക്കുക ബുദ്ധിപദേശത്തിനായിട്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പരിശോധിച്ചാൽ മതി. ഈ 5 കാര്യങ്ങളാലായിരിക്കും വീഴുന്നത്. ദൈവസഭയിൽ കടന്നു വന്നതിന് ശേഷം ആരെങ്കിലും വീഴ്ച ഭവിച്ചോ? വീണിട്ടുണ്ടോ? തകർന്നു പോയിട്ടുണ്ടോ? പരിശോധിച്ചാൽ മതി. ഈ 5 കാര്യങ്ങളായിരിക്കും. 5 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. അനന്യാസും സഫീരയും വീണത് നമ്മൾ പഠിച്ചു. എന്താണ്? അവർ വന്ന് ഇത്രയ്ക്കോ നിലം വിറ്റതെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് തന്നെ. അപ്പോൾ അപ്പോസ്തലൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളേതല്ലായിരുന്നോ? അതെ. ദൈവത്തിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതുണ്ട്. അപ്പോൾ അവരേതിൽ വീണു? പരീക്ഷയിൽ വീണു. അപ്പോൾ നിഴലിൽ പുറത്തു പോകാൻ ഇടയായി തീർന്നു. അനന്യാസും സഫീരയും സർവശക്തിയുടെ നിഴലിൽ നിന്ന് പുറത്തുപോയി. എന്തിനാൽ? ദൈവത്തെ പരീക്ഷിച്ചതിനാൽ. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഹൃദിസ്ഥമാക്കി, ഞാൻ ഇന്ന് കർത്താവിൻ്റെ നിഴലിലാണെങ്കിലും അതിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ സൂക്ഷിച്ചുകൊണ്ട് പോയാൽ ഈ നിഴലിൽ നിന്ന് നമ്മൾ പുറത്തു പോകില്ല, സുരക്ഷിതമായിരിക്കും. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് ഇപ്പോൾ വന്നതെല്ലാം ഈ ബാധയുണ്ടായതും അനർത്ഥം ഉണ്ടായതും ഒക്കെയും നമ്മുടെ വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെയും പാപികളൊന്നും ദോഷികളൊന്നും അല്ല. അവരൊക്കെയും മടങ്ങി വരുവാനും ദൈവിക വ്യവസ്ഥയാണ് പറഞ്ഞത്. അവരൊക്കെയും പാപികളും ദോഷികളും ഒന്നും അല്ല നമ്മൾ സ്ഥാപിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പുറത്തുപോയി ഈ ബാധയും ഇതുമൊക്കെ നമുക്ക് ബാധിക്കുന്നുണ്ട്, അനർത്ഥം നമുക്ക് ഭവിക്കുമെന്ന് കണ്ടാൽ ഉടനെ തന്നെ ഇതൊക്കെയും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും വിട്ട് വീണ്ടും കർത്താവിൻ്റെ നിഴലിലായിത്തീരാനാണ് ഇന്ന് നമ്മളോട് ചിന്തിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ നമ്മളിന്ന് മുട്ടുകളെ മടക്കിയിരിക്കുന്നു. വിവിധ ഇടങ്ങളിലാണ്. പുതിയ സഭയ്ക്കുള്ള യോഗ്യത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പുതിയ സഭയ്ക്കുള്ള പ്രത്യേകതയാണ്, പഴയ കാലത്ത് മരുഭൂമിയിൽ ഇസ്രായേൽ ജനം കൂടിയ സഭായോഗം പോലെയല്ല പുതിയ നിയമസഭ. പുതിയ നിയമസഭയിൽ കൂടുവാൻ ശരീരം കൊണ്ട് ദൂരസ്ഥരായിരുന്നാലും ആത്മാവ് കൊണ്ട് നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് കൂടുവാൻ കഴിയും. എങ്ങനെ കഴിയും? അതിനാണ് ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തിയോടെ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട്. ഈ പുതിയ സഭയ്ക്കുള്ള പ്രത്യേകതയാണ് ദൈവശക്തി. ആ ദൈവശക്തിയാണ് നമ്മെ കൂട്ടിവരുന്നത്. ശരീരം കൊണ്ട് എവിടെ ഇരുന്നാലും ആത്മാവ് കൊണ്ട് നമ്മൾ സമീപസ്ഥരായി ഐക്യതയോടെ ആ കൂട്ടായ്മ അനുഭവിക്കാൻ നമുക്ക് കഴിയും. അത് കർത്താവ് തന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ ഓർക്കണം, കൂട്ടായ്മയെ ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ മനസ്സ് എവിടെയുണ്ടോ ആ മനസ്സ് സഭയോടൊപ്പം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ മാനിക്കും. നിശ്ചയമായിട്ട് അവർക്ക് വേണ്ടത് ദൈവം കൊടുക്കും. അവിടെ നടക്കുന്ന എല്ലാ നന്മകളുടെയും ഓഹരി, എല്ലാ പ്രതിഫലങ്ങളുടെയും ഓഹരി എല്ലാവരും അനുഭവിക്കും. മനസ്സ് അവിടെ ഇല്ലാത്തവർക്ക് ഓഹരിയില്ല. ഇനി ശരീരം കൊണ്ട് കൂടിയിരുന്നിട്ടും
മനസ്സവിടെ ഇല്ല എങ്കിൽ അവർക്ക് ഓഹരിയില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ശരീരം കൊണ്ട് ദൂരസ്ഥരായിരിക്കുന്നെങ്കിലും അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമുക്കങ്ങനെ ആയിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ഈ സമയത്തും ഞാൻ എൻ്റെ കൂട്ടായ്മയോട് കൂടി എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സുണ്ട്, എൻ്റെ ആത്മാവുണ്ട് എന്ന്, എൻ്റെ മനസ്സുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 49-ാം സങ്കീർത്തനം, എല്ലാവർക്കും അറിയാവുന്നൊരു സങ്കീർത്തനം. 40-ാം സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ചില വാക്യങ്ങളുണ്ട്. അകൃത്യം കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്ന എന്തിനാണ്? അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ തലമുറ ഒഴിച്ചേരും, ഒരു നാളും വെളിച്ചം കാണുകയില്ല. ഒരുവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാൽ നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല. മാനത്തോണ്ടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ 49-ാം സങ്കീർത്തനം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നതാണ്. അവിടെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യനെ അകൃത്യം പിന്തുടരുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യനെ അകൃത്യം പിന്തുടരുന്നത് എങ്ങനെയാണ്? കർത്താവ് വേറൊന്നുമല്ല, അവൻ്റെ മനസ്സിനെയാണ്, അല്ല അവൻ്റെ കുതികാലിനെയാണ് പിന്തുടരുന്നത്. അകൃത്യം കുതികാലിനെയാണ് പിടിക്കുന്നത്. കുതികാലിനെ പിടിക്കാൻ കാരണം എന്താ? കുതികാലിനെ പിടിക്കാൻ പഠിക്കുന്നത് അവൻ്റെ മനസ്സാണ്. മനസ്സും കുതികാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. മനസ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മനസ്സും ഈ അകൃത്യം ചെയ്യിച്ച ഒരാളുണ്ട്. ദൈവം അകൃത്യം ചെയ്യിക്കില്ല. അകൃത്യം ചെയ്തത് സാത്താനാണ്, ചെയ്യിച്ചത് സാത്താൻ, എതിരാളിയാണ്. ആ എതിരാളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർക്കണം, അകൃത്യം ചെയ്ത മനുഷ്യൻ്റെ മനസ്സ് എതിരാളിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. ആ മനസ്സ് കുതികാലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. ആ കുതികാല് ദോഷത്തിനായിട്ട് പോയി അവനെ അപകടപ്പെടുത്തുന്നു. കർത്താവിന്റെ സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. യൂദ തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് വന്നു, കർത്താവിനെ കണ്ടു, നല്ലൊരു ഉത്തരവാദിത്വമായി. വിശ്വാസി എന്ന പേര് വളരെ ഉത്തരവാദിത്വ കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും സ്വഭാവം മാറ്റിയിട്ടില്ല. അവൻ ജാതിയായിരുന്നപ്പോൾ, വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്ന പാപം തന്നെ ഇപ്പോഴും ഉണ്ട്. കാരണം അവൻ കള്ളനാണ്. അവൻ്റെ കളവ് മാറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി എന്ന് പറഞ്ഞാൽ, എഫേസ്യ സഭയിൽ ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടു. വന്ന് അപ്പോൾ കർത്താവദാസൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇനി കക്കരുത്. കള്ളൻ ഇനി കക്കരുത്. അതാണ് അവൻ്റെ ഒന്നാമത്തെ മാനസാന്തരത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, മുൻപ് നീ ചെയ്തുകൊണ്ടിരുന്നത് കളവാണെങ്കിൽ, മറ്റുള്ളവരുടെ അധ്വാന ഫലം നീ ചെന്ന് കവർന്നെടുത്ത് വേണ്ടിരുന്ന ആളാണെങ്കിൽ, ഇനി നീ ചെയ്യേണ്ടത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നീ കായ്ക്കണമെങ്കിൽ നീ അധ്വാനിക്കണം. എന്നിട്ട് പണം സമ്പാദിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ദാനം ചെയ്തു കൊടുക്കണം. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലം. എന്നാൽ ഇവിടെ യൂദ അതിനൊന്നും പോയില്ല. കളവും നിർത്തിയില്ല, അധ്വാനിക്കാനും പോയില്ല, ദാനം ചെയ്യാനും പോയില്ല, ഒന്നും പോയില്ല. അവൻ്റെ പാപം അവനിലിരുന്നു. ഈ പാപങ്ങളൊക്കെയും ജീവിതത്തിൽ ഇന്നുവരെയും മാറ്റിയിട്ടില്ല. ഒടുവിൽ അകൃത്യം അവനെ പിന്തുടർന്നു. അകൃത്യം പിന്തുടർന്നു വെച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെ പിന്തുടർന്നു? അകൃത്യം എവിടെയാണ് പിന്തുടരുന്നത്? കുതികാലിനെ. കുതികാലം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മനസ്സുമായിട്ട്. മനസ്സ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അകൃത്യം ചെയ്യിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവനെ കൊണ്ട് ഈ കളവും ഇതുമെല്ലാം ചെയ്യിച്ച ഒരാൾ കൊണ്ട് സാത്താനുണ്ട്. സമയമായപ്പോൾ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ യൂദയുടെ മനസ്സിൽ സാത്താൻ തോന്നിച്ചു എന്നാണ്. അപ്പോൾ സാത്താൻ സമയമായപ്പോൾ പിടിച്ചു. മനസ്സിൽ തോന്നിച്ചതിന് ശേഷം യൂദ ആ തോന്നലുണ്ടായപ്പോൾ എഴുന്നേറ്റു. എങ്ങനെ എഴുന്നേറ്റു? വചനം പറയുന്നത്, എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. യൂദ കുതികാൽ ഉയർത്തി ചെന്ന്
കർത്താവിനെ കാണിച്ചു കൊടുത്തു. അവരുടെ കാണിച്ചു കൊടുക്കാനായിട്ട് മഹാപുരോഹിതന്മാരുടെ അടുത്ത് ചെന്നു. പ്രതിഫലം വാങ്ങി, കാശ് വാങ്ങി, കാണിച്ചു കൊടുത്തു. കർത്താവ് ചോദിച്ചു, യൂദയെ, ചുംബനം കണ്ടോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? ഒരു മാറ്റം ഉണ്ടായില്ല. കാരണം അവൻ്റെ കുതികാൽ ഉയർന്നിരിക്കുക. എന്തുകൊണ്ട്? അവൻ്റെ മനസ്സതാണ്. എന്തുകൊണ്ട് ആ മനസ്സുകൊണ്ട് അങ്ങനെ വന്നു? അത് അകൃത്യം ചെയ്യിച്ചവൻ ഇന്ന് അവനോട് ഒപ്പമുണ്ട്. ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അനുഭവം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് തെറ്റിലും ഏത് അനുഭവത്തിലും നമ്മുടെ അനുഭവം ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ചെയ്യുന്നത് നിശ്ചയമായിട്ടും അതിൻ്റെ ഫലം അനുഭവിക്കാതെ പറ്റില്ല. ഇസ്രായേൽ രാജാവ് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി. എന്താ തോന്നിയത്? ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതല്ലേ, നമ്മളിങ്ങനെ അടങ്ങിയിരിക്കുന്നത് എന്തിനാ? അത് പോയി കൈവശാക്കണ്ടേ? അവൻ്റെ മനസ്സിൽ തോന്നിക്കുക. കാരണം എന്തറിയാം? തോന്നിച്ചത് അവൻ ഇതിനാൽ എഴുന്നേറ്റ് നശിക്കണം. മനസ്സിൽ തോന്നി, കൂട്ടുപിടിച്ച് പോയി, കുതികാൽ ഉയർന്ന് പോയി യുദ്ധത്തിൽ അവൻ നശിച്ചു. അപ്പോൾ ഒരു മനുഷ്യനും താൻ ചെയ്ത തെറ്റിന് ഫലം അനുഭവിക്കാതിരിക്കില്ല. കർമ്മബന്ധം ഒരു മനുഷ്യനെ കൊണ്ടും നീക്കാൻ സാധിക്കുകയില്ല. അത് മനുഷ്യനെ പിടിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്കെതിരെ അധികനമായി സാക്ഷീകരിക്കുന്നുവെങ്കിൽ നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അകൃത്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഓർത്താൽ മതി, അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുതികാല് ഉയരാൻ എൻ്റെ മനസ്സിൽ അതിനുള്ള സമയത്ത് എന്തെങ്കിലും തോന്നും. അത് തോന്നുവാൻ തക്കവണ്ണം എന്നെക്കൊണ്ട് അകൃത്യം ചെയ്യിച്ച ശത്രു എൻ്റെ മനസ്സിൽ തോന്നിക്കും. ഇത് ക്രിയയാണ്. ഇത് യാതൊരു മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ നമുക്ക് മാറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, ഇവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കാം, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നതിനാണ്. ഞാൻ അകൃത്യം ചെയ്തിട്ടുണ്ട്. അതെൻ്റെ കുതികാലിനെ പിന്തുടരാനായിട്ട് വന്ന് വളഞ്ഞു. പക്ഷെ എനിക്ക് ഭയമില്ല. കാരണം എന്നറിയാം? കാരണം എന്താ? അവൻ എന്നെക്കൊണ്ട് അകൃത്യം ചെയ്യിച്ചവൻ എൻ്റെ കുതികാല് ഉയർത്തി ഞാൻ പോയി ശിക്ഷ അനുഭവിക്കാനായിട്ട് പോകാനായിട്ട് അവൻ പിടിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞത് മനസ്സാ. യൂദയുടെ മനസ്സിൽ തോന്നിച്ചെന്നാണ്. ഇതുപോലെ എൻ്റെ മനസ്സിലും തോന്നിക്കാനായിട്ട് ശത്രു വരുമ്പോൾ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എൻ്റെ മനസ്സിൽ മാറ്റം വന്നു. ഇന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു. എൻ്റെ പഴയ മനസ്സ് പോയി. കർത്താവ് സ്തോത്രം. അപ്പോൾ അവന് മനസ്സിൽ തോന്നിക്കണമെങ്കിൽ അവൻ തോന്നിക്കത്തക്കത് ഒരു മനസ്സ് ഇന്ന് എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് കർത്താവ് എനിക്ക് മാനസാന്തരത്തോടെ ഒരു പുതിയ മനസ്സ് തന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, കൊലപാതകനാണ്, സഹോദരനോട് ദ്രോഹം ചെയ്തവനാണ്. ഇത്രയെല്ലാമായിട്ടും മരണയോഗ്യനായിട്ടും അവൻ്റെ അകൃത്യം അവനെ പിന്തുടരാനായിട്ട് വന്ന് പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. കാരണം അവന് ആ മനസ്സില്ല. ഇന്ന് ബത്ശേബയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും അതുപോലെ ഊരിയാവിനെ കൊന്നതുമായ ആ മനസ്സൊക്കെ പോയി തകർന്നു. എങ്ങനെ തകർന്നു? വചനം പറയുന്നത്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അത് തകർന്നു. അങ്ങനെ ശത്രുവിന് തോന്നിക്കാൻ ആ ചെയ്ത അകൃത്യത്തെക്കുറിച്ച്, ചെയ്ത തെറ്റിനെക്കുറിച്ച് പാപബോധം വന്ന് ഹൃദയം തകർന്നു. മനസ്സ് തകർന്നവരെ നീ രക്ഷിക്കുന്നു. തകർന്നു പോയി. ഇന്ന് പുതിയൊരു മനസ്സാണ്, ഇന്ന് പുതിയൊരു ഹൃദയമാണ്. അത് ദൈവം കൊടുത്തതാണ്. അതിലേക്ക് വന്ന് മാറ്റാൻ തോന്നിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം കർത്താവ് പറഞ്ഞു,
യോധയ്ക്കും ആ മനം മാറ്റായിരുന്നല്ലോ. യോധയോട് കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ ആ മനുഷ്യൻ നന്നായിരുന്നു. നിങ്ങൾ ഒരുത്തനൊരു പിശാചാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴും അവസാനം അവനൊരു സംശയം അങ്ങോട്ട് ചോദിച്ചു, കർത്താവേ ഞാനോ? ആ ഞാൻ നീ തന്നെ. അതും പറഞ്ഞു. പക്ഷെ മാറ്റമില്ല, മനസ്സിന് മാറ്റമില്ല, മനസ്സിന് മാറ്റമില്ല. അതേ മനസ്സിൽ, ആ കഠിനപ്പെട്ട മനസ്സിൽ, പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടു. ആ കാഠിന്യം ഭവിച്ചിരിക്കുന്ന മനസ്സിലാണ് സാത്താൻ വന്ന് തോന്നിച്ചത്. കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചു. അങ്ങനെ വന്നു പോയി കർത്താവിനെ കാണിച്ചു കൊടുത്തു. അവൻ്റെ കുതിക, അവൻ അപ്പം കൊടുത്തവൻ്റെ നേരെ തിരി. കർത്താവിന് സ്തോത്രം. എന്നാൽ അവന് രക്ഷയുണ്ടായില്ല. അവൻ നശിച്ചു പോയി എന്ന് കർത്താവ് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വാതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു ഭാഗം. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു വന്നു. കർത്താവ് അതിനുള്ള അവസരം കൊടുത്തു. യൂദയ്ക്ക് അങ്ങനെയുള്ള അവസരം ഇല്ലാതായി. അതാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്. ഒരു മനുഷ്യന് സ്വഭാവം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഒരു മനുഷ്യന് സ്വഭാവം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ. കർത്താവിന്റെ സ്തോത്രം. മനുഷ്യർക്ക് ദാനം ചെയ്യാനുള്ള സ്വഭാവമുള്ളവരുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്, സ്നേഹിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്, ഉപകാരം ചെയ്യുന്ന സ്വഭാവമുള്ളവരുണ്ട്. പല തരത്തിലുള്ള സ്വഭാവങ്ങളാണ്. എന്നാൽ മനുഷ്യനുണ്ടാകുന്ന ഈ സ്വഭാവമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതിന് കർത്താവ് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രേത്തർ സർവ്വതാ അസത്യവാദികളും മടിയന്മാരായ പെരുവയറന്മാരും. ഇസ്രായേൽ ജനം അഹ്റോനോട് പറഞ്ഞു, നീ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം, നീ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം, ഞങ്ങൾക്ക് മുമ്പേ പോകാൻ ഒരു ദൈവം വേണം, ദൈവങ്ങളെ ആരാധിക്കണം. മറ്റൊന്ന് നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ പിതാവിൻ്റെ മോഹങ്ങളെ അനുസരിപ്പാനും ചെയ്യുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, ലഗ്യൂൻ ബാധിച്ചവൻ അവൻ കലറിയിലേക്ക് ഓടി, ചങ്ങല ഉരുമ്മി ഒടിച്ച് അവൻ ഭയങ്കര കാര്യങ്ങളൊക്കെയും ചെയ്തു. എന്നാൽ കർത്താവ് അവനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ അടങ്ങി കർത്താവിൻ്റെ പാദത്തിൽ വന്നിരുന്നു. ഈ സ്വഭാവങ്ങൾ ഇപ്പോൾ എത്ര നമ്മൾ കേട്ടു? ഇതൊക്കെയും എവിടെ നിന്ന് ഈ സ്വഭാവം? ഒരു മനുഷ്യൻ്റെ സ്വഭാവം എവിടെ നിന്ന്? നമുക്ക് എല്ലാവരും വിചാരിക്കും, അതങ്ങനെ ഉണ്ടാവും, അതങ്ങനെ ഉണ്ടാകുന്ന സ്വഭാവം. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നതല്ല. മനുഷ്യന് സ്വഭാവം വരാൻ ചില വഴികളുണ്ട്. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഇപ്പോൾ വായിച്ച സങ്കീർത്തനത്തിലുള്ളത്, അവരുടെ അനന്തരവർ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. നമ്മൾ പഠിക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ സ്വഭാവം വെളിപ്പെട്ടു വരുന്നത് അവരുടെ തലമുറയിൽ നിന്നാണ്. അവരുടെ അപ്പൻ, അവരുടെ അമ്മ, അവരുടെ പിതാക്കന്മാർ, അവരിൽ നിന്ന് പകർന്നു വരുന്ന അതിൽ ഉള്ള സ്വാധീനം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വായിച്ചതുപോലെ അവരനന്തരവർ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. പിതാക്കന്മാരുടെ വാക്ക് മക്കളുടെ വായിലുണ്ടാവും. അവർ പിതാവിൻ്റെ മോഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിതാവിന് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അത് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തത്, പിതാക്കന്മാരുടെ പ്രവൃത്തികളെ അവർ പൂരിപ്പിക്കുന്നു. ആ പ്രവൃത്തി അപ്പോൾ ഓർക്കണം, ഹൃദയത്തിലെ മോഹം, വായിലെ വാക്കുകൾ, അതുപോലെ തന്നെ പ്രവൃത്തി,
ഇതൊക്കെയും പിതാക്കന്മാർ വഴി കിട്ടുന്ന ഒരു വഴിയുണ്ട്. അതിൽ നിന്ന് വിട്ടുമാറാൻ ഒരാൾക്കും സാധിക്കില്ല. സ്വാഭാവികമായി വായിൽ വരുന്നതാണ്. എന്തു ചെയ്യും? ഒരു മനുഷ്യനെ എനിക്കറിയാം, അവൻ പരിഹാസമാണ്. മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളതാണ്. അത് ആര് കേട്ടാലും കേട്ടില്ലേലും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്നത് അതേ വരും. അദ്ദേഹത്തിന് അദ്ദേഹം അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടു. ദൈവം ഇങ്ങനെ പോയാൽ ഇങ്ങനെ എൻ്റെ കർത്താവിനോട് സങ്കടപ്പെട്ടു. വിശ്വാസിയാണ്. കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ അപ്പനും അവൻ്റെ അപ്പൻ ഇരുന്ന് മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ പരിഹാസം എന്ന് പറഞ്ഞാൽ വെറും കളിയാക്കലല്ല, മൊഴികളെ യോജിപ്പിക്കുന്നു പറയും. എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ അതിന് തക്കവണ്ണം ഒരു പരിഹാസത്തിൻ്റെ വാക്ക് അവരെന്ന് പുറപ്പെട്ടു വരും. അല്ലാതെ വെറും പരിഹാസമല്ല. എന്നാൽ വലിയപ്പൻ ഇരുന്ന് പറയുന്നു, അപ്പൻ ഇരുന്ന് പറയുന്നത് അവൻ ഈ ആൾ കാണുക. അപ്പോൾ മനസ്സിലായി, ഇത് പിതാക്കന്മാർക്ക് വഴി വന്നതാ, ഇത് തലമുറ വഴി വന്നതാ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു മനുഷ്യൻ വിടുതൽ പ്രാപിക്കേണ്ടുന്ന ഒന്നാമത്തെ സ്വഭാവമാണത്. കാരണം ഇത് ഒരു മനുഷ്യനും ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധ്യമല്ല. കാരണം ഈ സ്വഭാവം അങ്ങോട്ട് മാറിയാൽ, അതായത് പിതാക്കന്മാരുടെ മോഹം, ഓർത്തോളണം, മോഹം, അവരുടെ വായിലെ വാക്കുകൾ, അവരുടെ പ്രവൃത്തി, ഈ കാര്യങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാതെ നിന്നാൽ, ഒരു വിശ്വാസികളിൽ തന്നെ പലരും ചെയ്യണമുണ്ടോ, അവർ പിതാക്കന്മാരെ ന്യായീകരിച്ചവർ പറയും. അവരുടെ പിതാക്കന്മാർ, മാതാപിതാക്കളും തലമുറയും അവർ അനുഭവിച്ച കാര്യങ്ങളും അവർ ന്യായമുള്ളവരായിരുന്നെന്നും നീതിമാന്മാരായിരുന്നെന്നും സ്ഥാപിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയും. കാരണം അവരെ അപ്പനെ ന്യായീകരിക്കേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് വരിക, അവരുടെ അമ്മയെ ന്യായീകരിക്കേണ്ടത് അവരുടെ ഒരു ശ്രേഷ്ഠതയായിട്ട് വരിക, അല്ലാതെ എല്ലാവരും നിലനിൽപ്പില്ലാതെ വരിക. ഇന്ന് സഭയിലെ കാര്യമായി പറയണം, വിശ്വാസികളുടെ ഇടയിൽ. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്നറിയാം? തിരഞ്ഞെടുത്തത് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ജ്ഞാനഹീനമായി തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പാൻ ബലഹീനമായി തിരഞ്ഞെടുത്തു, കുലീനരെ ലജ്ജിപ്പാൻ കുലഹീനവും നികൃഷ്ടവുമായി തിരഞ്ഞെടുത്തു. നികൃഷ്ടമാണ്, കുലഹീനമാണ്. ദൈവസഭയിൽ കടന്നു വന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, ഞാൻ ആരാണ്? കുലീനനല്ല, കുലഹീനനും നികൃഷ്ടനുമാണ്. ഇന്ന് സമൂഹത്തിൽ കുലീനരെന്ന് പേര് കേട്ട അനേകർ ഇന്ന് സഭയിലുണ്ട്. സമൂഹത്തിൽ അവൻ നല്ല കുലീനനല്ലേ എന്ന് പറയുന്ന പലരും ഉണ്ട്. അതെന്താ പിന്നെ അങ്ങനെ? ആരുടെ നോട്ടത്തിലെന്നറിയാവോ? സ്വന്തം കാഴ്ചയ്ക്ക് ഞാൻ എത്ര സമ്പന്നനും എത്ര കുലീനനും എത്ര വലിയവനുമായിരുന്നു, എത്ര ജ്ഞാനിയും എത്ര ബലവാനുമായിരുന്നാലും എൻ്റെ നോട്ടം നോക്കുമ്പോൾ എന്തുണ്ട്? എൻ്റെ തലമുറയിൽ കിടക്കുന്നത് എന്താ? എനിക്കെന്ത് ബലം, എനിക്കെന്ത് ജ്ഞാനം? ഒന്നുമില്ല. ഞാൻ ബലഹീനനും ജ്ഞാനഹീനനും കുലഹീനനും നികൃഷ്ടനുമാണെന്ന് എൻ്റെ കാഴ്ചയ്ക്ക് തോന്നുന്നതാണ് ദൈവം അംഗീകരിക്കുന്നത്. അതാണ് ദൈവം അംഗീകരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത് അങ്ങനെ ഉള്ളവൻ വരുമ്പോഴാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർമ്മലവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്രേ. അവരെയാണ് വീണ്ടെടുക്കുന്നത്. സ്നാനത്തിലേക്ക് വരുമ്പോഴും സുവിശേഷം കേൾക്കുമ്പോഴും ആത്മാവിനെ പ്രാപിക്കുമ്പോഴും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികളിൽ നല്ലൊരു ശതമാനം പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പിതാക്കന്മാരുടെ മഹിമ പറയുന്നത് കേൾക്കാം, അവരുടെ തലമുറയുടെ മഹിമ പറയുന്നത് കേൾക്കാം. വിടുതലുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ തലമുറയിൽ നിന്ന് ഒരാൾ വിട്ടുപോയാൽ, പക്ഷേ എന്നാണെന്നറിയാം, ഒരു തലമുറയിൽ നിന്ന് ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ നാളെ ഇതിനു മുമ്പ് ആ തലമുറയിൽ പോയവർ മുഴുവനും അതൊരു കൂട്ടമാണ്. ആ കൂട്ടത്തിലേക്ക് പിതാക്കന്മാരുടെ തലമുറയിലേക്ക് ഇന്ന് ചേരും. എന്നാൽ ഇതിൽ നിന്ന് വിട്ടുമാറിയാൽ, ഈ സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞാൽ പിന്നെ ആ തലമുറയായിട്ട് പോവില്ല. അവരൊരിക്കലും അത് സഹിക്കില്ല. അതൊരു പ്രത്യേക സംവിധാനമാണ് ലോകത്തിലെ. അവരെ ആ നിലയിലേക്ക് കൊണ്ടുപോയ എതിരാളിയായ പൈശാചിക ശക്തികൾ അതിലേക്ക് തന്നെ ഇവനെയും കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് പോയാൽ കർത്താവ് അതങ്ങ് അറുക്കുകയാണ്. എങ്ങനെ അറുക്കുന്നു? തൻ്റെ രക്തത്താൽ ആ ബന്ധമില്ലാതാക്കും. പിന്നെ അവൻ്റെ വായിൽ ഇത് വരാൻ പാടില്ല. ഏത് വരാൻ പാടില്ല? പിന്നെ അവൻ്റെ വായിൽ പിതാക്കന്മാരുടെ വായിലുള്ള വാക്ക് വരാൻ പാടില്ല. പിന്നെ അവൻ്റെ ഹൃദയത്തിൽ മോഹമുണ്ടാകാൻ പാടില്ല. കർത്താവിന്റെ സ്തോത്രം. പിന്നെ അവൻ്റെ ജീവിതത്തിൽ പിതാക്കന്മാരുടെ പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. ഇത് മൂന്നിൽ നിന്ന് ഒഴിക്കും. ഇത് മൂന്നും അങ്ങ് അറുത്ത് മാറ്റും. അറുത്ത് മാറ്റാൻ കഴിവുള്ളത് കർത്താവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ, നിഷ്കളങ്ക രക്തം. ഇത് മാറ്റിയതിന് ശേഷം പകരം 3 കാര്യങ്ങൾ വേറെ വരും. ഏതൊക്കെയാ? തീത്തോസ് 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യം വായിക്കാൻ അറിയാം. സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനം, എപ്പോഴും ശുഷ്കാന്തി, എപ്പോഴും ഹൃദയം കൊണ്ട് ആഗ്രഹമാണ് സൽപ്രവൃത്തി ചെയ്യണമെന്നുള്ള ആഗ്രഹം. രണ്ടാമത്തത്, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തോന്നുന്നു, എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. സ്തോത്രമത്രേ വേണ്ടത്, സ്തോത്രം പറയുന്നവൻ. മൂന്നാമത്തത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ദൈവം വെച്ചിരിക്കുന്ന പ്രവൃത്തി, ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ അവൻ മുഴുകിയിരിക്കും. ഇത് മൂന്നും ഉള്ളവൻ, ഇത് മൂന്നും ജീവിതത്തിൽ പ്രാപിച്ചവൻ ഒരിക്കലും തലമുറയിൽ പ്രശംസിക്കില്ല. തലമുറയുടെ വാക്കോ ആഗ്രഹമോ പ്രവൃത്തിയോ അവനിലേക്ക് വരികയില്ല. അവൻ തലമുറയുടെ കൂടെ പോവുകയില്ല. ഒരിക്കലും വെളിച്ചം കാണാത്ത തലമുറയിലേക്ക് അവനെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഒരിക്കലും അവൻ വെളിച്ചം കാണരുത് എന്നുള്ളത് ശത്രുവിൻ്റെ ആഗ്രഹം അവനിൽ സാധിക്കുകയില്ല. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓർക്കേണ്ടത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഒന്ന് വരേണ്ടതാണ് പിതൃപാരമ്പര്യത്തിൽ നിന്ന്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നുണ്ട്. എവിടെയാണ്? ആകാശത്തിലെ അധികാരം, നക്ഷത്ര രാശികൾ മുഖാന്തരം ഉണ്ടാകുന്ന സ്വഭാവം. നക്ഷത്ര രാശികൾ മുഖാന്തരം എന്ത് സ്വഭാവം ഉണ്ടാകും? മുഴുവൻ വിവരിക്കാൻ സമയമില്ല. നക്ഷത്ര രാശികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ജാതികളുടെ കബഡി നടത്തണേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കബഡി മാഹാത്മ്യം എന്ന് പറഞ്ഞൊക്കെ ഈ നക്ഷത്രങ്ങളുടെ സ്വാധീനം നോക്കുക. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയ്ക്കൊക്കെയും മനുഷ്യനിലുള്ള സ്വാധീനം നുണയൊന്നുമല്ല. യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് ഭൂമി മേലുള്ള സ്വാധീനം നിനക്ക് ഗ്രഹിക്കാമോ, നിനക്കറിയാമോ? ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട്, ജീവിതത്തിലുമുണ്ട്. അതനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അതേ പണ്ടൊക്കെ വായിക്കുന്നവർക്കുള്ളവർക്കറിയാം. ജനിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ജാതകമൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് അവൻ ഇന്ന സ്വഭാവമുള്ളവനായിരിക്കും, ഇന്ന നിലയിൽ ജീവിച്ചതുകൊണ്ട് അവൻ്റെ ജനനത്തിങ്കൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവൻ എപ്പോഴും സമ്പന്നനായിരിക്കും മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. മുൻകോപിയായിരിക്കും, സ്നേഹമുള്ളവനായിരിക്കും, പ്രതികാര ബുദ്ധിയുള്ളവനായിരിക്കും. ഇങ്ങനെ ഇതൊക്കെയും കൊടുക്കുന്ന ഒരു. അപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് രണ്ടാമത് മനുഷ്യന് സ്വഭാവം കൊടുക്കുന്നത്. ഈ സ്വഭാവം കൊടുക്കുന്ന നക്ഷത്രങ്ങൾ ആണ് അതിന് ഉദാഹരണമാണ് ഇസ്രായേൽ ജനം മിസ്രൈമിലേക്ക് പോകുമ്പോൾ അവർ തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാനും എഴുന്നേറ്റു. അഹ്റോനോട് പറഞ്ഞു, മോശയെ കാണുന്നില്ല, ഞങ്ങളുടെ മുമ്പിൽ പോകുവാൻ ഞങ്ങൾക്ക് ദൈവങ്ങളെ ഉണ്ടാക്കി തരണം.
പോയി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവരുടെ ഹൃദയം പിതാക്കന്മാരുടെ ദൈവത്തിന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. ഇതൊക്കെയും ഇതിൻ്റെ സ്വഭാവമാണ്. ഏത് സ്വഭാവം? ആകാശത്തിലെ അധികാരം, നക്ഷത്ര രാശികളുടെ സ്വഭാവമാണ് മിസ്രൈമിലേക്ക് തിരിയുന്നതും വിട്ടുപോകുന്നതിനെ ഓർക്കുന്നതും വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതും വിഗ്രഹങ്ങളുടെ ദൈവങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുന്നതൊക്കെയും ഈ നക്ഷത്രങ്ങളുടെ സ്വാധീനമാണ്. അതാ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതും കണ്ടിട്ട് നിന്റെ കൈ വായ ചുംബിച്ചുവെങ്കിൽ, എൻ്റെ കൈ വായ ചുംബിച്ചുവെങ്കിൽ അത് ന്യായാധിപന്മാരെ ശിക്ഷിക്കേണ്ടത് കുറ്റമത്രേ. ദൈവത്തിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം സദാസമയം ഗൂഢമായി വശീകരിക്കാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഇവനെ വിട്ടുപോകുന്നതിലേക്ക് തിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, വിട്ടുപോകുന്നതിനെ ശ്രേഷ്ഠതയോടെ ഓർക്കുന്നവൻ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. അവൻ മടങ്ങിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും വിട്ടുപോകുന്നതിനെ ശ്രേഷ്ഠതയോടെ ഓർക്കരുത്. വിട്ടുപോകുന്നതിനെ ഓർക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ലജ്ജ തോന്നണം. വിട്ടുപോകുന്നതിനെ ഓർക്കുമ്പോൾ ലജ്ജ തോന്നണം. അതുപോലെ തന്നെ വിഗ്രഹത്തെ കാണുമ്പോൾ ഒരിക്കലും അവൻ്റെ ഹൃദയം അതിന്മേൽ വരാൻ പാടില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ആകാശ സൈന്യത്തിൽ നിന്ന്, നക്ഷത്ര രാശികളിൽ നിന്ന് മനുഷ്യന് സ്വഭാവം ഉണ്ടാക്കും. ആ സ്വഭാവമാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന കർത്താവ് മുറിക്കുന്നത്. എങ്ങനെ? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത്, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ്, കർത്താവിന് സ്തോത്രം. ആ വാക്യം നമുക്ക് വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മുമ്പ് നമ്മൾ നടന്ന കാര്യമാണ്. ആ നടപ്പിനെയാണ് കർത്താവ് നിർത്തിയതിന് ശേഷം കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ ഉയർപ്പിച്ചു കൊണ്ടുവന്നത്. അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. കർത്താവിന് സ്തോത്രം. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവീര്യമോ അല്ല മാറുവിലയായി, പൊൻവീര്യമോ അല്ല മാറുവിലയായി, എൻ പേർക്കും യാഗമായി തീർന്നവനാം, എൻ പേർക്കും യാഗമായി തീർന്നവനാം, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്റെ തലനെ വേണ്ടതിന, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്റെ തലനെ വേണ്ടതിന, അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ, അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ, വൻപീഡയാൽ വലഞ്ഞിടും നാൾ, വൻപീഡയാൽ വലഞ്ഞിടും നാൾ, എന്നേശുമാർവതിലാശ്വാസം, എന്നേശുമാർവതിലാശ്വാസം കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിന്, നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിന്, ഞാൻ പാടുമേ നാളിനി
കുഞ്ഞാട്ടിൻ വിലയേറിൻ്റെ രക്തത്താലെന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറിൻ്റെ രക്തത്താലെന്നെ വീണ്ടതിനാൽ. നമുക്ക് രണ്ടാമത് നമ്മൾ പഠിച്ചു, മനുഷ്യർക്ക് സ്വഭാവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആകാശത്തിലെ നക്ഷത്ര രാശികൾ, ആകാശത്തിലെ അധികാരം. ഇനി മൂന്നാമതൊരു കാര്യം നമ്മൾ കേട്ടല്ലോ, ക്രേത്തർ സർവ്വത അസത്യവാദികളും മടിയന്മാരായ പെരുവേറന്മാരുമാകും. ക്രേത്ത ദ്വീപ് എന്ന് പറയുന്നത് ഇന്നത്തെ മെഡിറ്ററേനിയൻ കടലിലുള്ള ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ അന്നുണ്ടായിരുന്ന മനുഷ്യരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. അവിടെ ഉള്ളവർ അസത്യവാദികളാണ്, നുണയാണ് അവരുടെ വാദം മുഴുവനും, മടിയന്മാരാണ്, പെരുവയറന്മാരും. ആ ദ്വീപിലുള്ളവർ മുഴുവൻ അതാണോ? ആ ദ്വീപിലുള്ളവർ മുഴുവനും ഈ പറഞ്ഞതാണോ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് അതല്ല. ആ ദ്വീപിൽ പൊതുവേ ഉള്ള സ്വഭാവം അതാണ്. പൊതുവേ ഉള്ള സ്വഭാവം, എല്ലാവരും അങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പൊതുവെ ആ ദ്വീപിലുള്ള മനുഷ്യരുടെ അങ്ങനെ ഉണ്ടാക്കിയ സ്വഭാവം ആ ദേശാധികാരമാണ്. ആ ക്രേത്ത ദ്വീപിനെ ഭരിക്കുന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു, ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദുഷ്ടന്മാരുടെ കയ്യിലാണ്. ഓരോ ദേശം ഓരോ ദുഷ്ടന് കൊടുത്തേക്കുക, ഓരോ പ്രദേശം ദുഷ്ടന് കൊടുത്തേക്കുക. അങ്ങനെയാണ് വാഴ്ചകൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് അവിടെ ഇന്ന അപ്പൻ, ഇവിടെ ഇന്ന അമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ദേവന്മാർ മുഴുവനും ഇതാണ്, ഈ പൈശാചിക ശക്തികളാണ്. ഈ ശക്തികളിൽ ഒരെണ്ണമാണ് ക്രേത്ത ദ്വീപിനെ ഭരിക്കുന്നത്. ഈ ക്രേത്ത ദ്വീപിൽ ജനിക്കുന്നവർക്കെല്ലാം ഈ ഭരിക്കുന്നവൻ്റെ സ്വഭാവമുണ്ട്. ആ ഭരിക്കുന്നവൻ്റെ സ്വഭാവമാണ് അസത്യവാദിയാണ്, മടിയന്മാരായ പെരുവേറന്മാരാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, വിശ്വാസത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അനുസരണക്കേടിൻ്റെ ആത്മാവിനും ആകാശത്തിലെ അധികാരത്തിനും അനുസരിച്ച് നടന്നിരുന്ന നിങ്ങളെ, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. ആരോടുകൂടി? ക്രിസ്തുയേശുവിനോടുകൂടി. അതോടുകൂടി ഇനി നിങ്ങളെ ഈ സ്വഭാവങ്ങൾ ബാധിക്കില്ല. ഏതൊക്കെ സ്വഭാവം? നക്ഷത്ര രാശികളുടെ സ്വഭാവവും അതുപോലെ തന്നെ ദേശാധികാരത്തിൻ്റെ സ്വഭാവവും ബാധിക്കില്ല. ദേശാധികാരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഓരോ ദേശത്ത് ഒരു സ്വഭാവം, അത് അവൻ്റെ ഭരിക്കുന്നവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ, ഇപ്പം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. നമ്മളൊരു ദേശത്ത് ജനിച്ച് ജീവിക്കുന്നവരാണ്, നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് വന്നുകൂടുന്ന സ്വഭാവം, ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു ശിശു ജനിച്ചാൽ, ദൈവമേ, ആ മാതാപിതാക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വഭാവമാണ് ഇച്ചിരി പ്രായമാകുമ്പോഴത്തേക്ക് അവനിൽ പുറപ്പെട്ടു വരുന്നത്. എവിടെ നിന്ന് വരുന്നു? ഒരിക്കലും ഒരു മാതാവിൻ്റെ സങ്കടം പറയാം, എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമായിരുന്നു, ഒരിക്കലും അവനൊരു ദോഷമായിട്ടുള്ള ഒരു വാക്കോ ഒരു ചിന്തയോ അനുസരണക്കേടോ അവൻ കാണിച്ചിട്ടില്ല. പക്ഷേ അവൻ വളർച്ച വന്നപ്പോഴത്തേക്കും ഇന്ന് അവൻ എന്താ ചെയ്യുന്നത് ആർക്കും അറിയാൻ പാടില്ല. അത്രമാത്രം ദോഷത്തിലാണ് കാര്യങ്ങളും പോകുന്നത്. എവിടെ നിന്ന് ഇത് വരുന്നു? ഇവനെ ആരിത് പഠിപ്പിച്ചു? ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെ നടന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇവരിത് പഠിപ്പിച്ചു? ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓർത്തുകൊള്ളണം, മനുഷ്യൻ്റെ സ്വഭാവം ഒരിടത്തുനിന്നല്ല, പലയിടങ്ങളിൽ നിന്നുമാണ്. അത് മനുഷ്യൻ ഗ്രഹിച്ചിരിക്കണം. അവിടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. പിതാക്കന്മാർ വഴി ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഒരു വശത്തു നിന്ന്, ദേശാധികാരത്തിൻ്റെ സ്വഭാവം ഒരു വശത്തു നിന്ന്, നക്ഷത്ര രാശികളുടെ സ്വഭാവം ഒരു വശത്തു നിന്ന്. ഇനി മറ്റൊന്ന് ഏത്? ബാധിക്കുന്ന ആത്മാവിൽ നിന്ന്. ലഗ്യം ബാധിച്ചവൻ ചങ്ങല ഒരുമി ഒടിച്ച് ആർക്കും പിടിച്ചാൽ നിൽക്കാൻ സാധിക്കാതെ വണ്ണം ഭയങ്കര കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുക. ഇതെന്താ ഇവൻ്റെ ഈ സ്വഭാവം? ഇത് പിതാക്കന്മാർ വഴി വന്നതുമല്ല, മൂലകാരണം ഉണ്ടാവുമായിരിക്കും, തലമുറയായിട്ട് വന്നതല്ല.
ദേശാധികാരത്തിൽ നിന്നൊന്നുമല്ല, നക്ഷത്രരാശികളിൽ നിന്നൊന്നുമല്ല. ഇത് ഒരാത്മാവാ, ബാധിച്ച ഒരാത്മാവാ. അതിൽ നിന്നാണ് ഈ സ്വഭാവം ഉണ്ടായത്. കർത്താവിന് സ്തോത്രം. അത് മാത്രമല്ല, പത്രോസിനെ തള്ളിപ്പറഞ്ഞത് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് ഒരു ബാധിച്ച ആത്മാവാ. കർത്താവിന് സ്തോത്രം. ഈ ബാധയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. മഗ്ദലന മറിയ നമ്മൾ വായിക്കുന്ന മറിയയല്ല. മഗ്ദലന മറിയ നമ്മൾ വായിക്കുന്ന മഗ്ദലന മറിയ എന്ന് പറയുന്നത്, പട്ടണ മറിയ എന്ന് പറയുന്ന മഗ്ദലന മറിയ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു സ്വഭാവമുള്ളവളാണ്. ദൈവത്തോട് അനുസരണമുള്ളതും യേശുവിനെ സ്നേഹിക്കുന്നതും അവസാനം വരെ യേശുവിനെ ഹൃദയത്തിൽ വഹിച്ചവളുമായ ഒരു ആളാണ് മഗ്ദലന മറിയ. ആ ആളല്ല മുമ്പത്തെ ചരിത്രം. ഈ മറിയയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നറിയോ? 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു കൂടെ. ഈ പറയുന്ന ആളല്ല, 7 ഭൂതങ്ങൾ കൂടി അതിൻ്റെ സ്വഭാവം കൊണ്ട് നടന്ന ആളാണ്. ആ കർത്താവ് കണ്ടപ്പോഴാണ് 7 ഭൂതങ്ങളെ കർത്താവിനെ പുറത്താക്കി. 7 ഭൂതങ്ങളെ പുറത്താക്കിയതിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യയാക്കി തീർത്തു. തന്നോട് കൂടെ താൻ വിളിച്ച് വേർതിരിച്ചു. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്തെങ്കിലും സ്വഭാവം പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ഉടനെ കയറി അങ്ങ് വിധിക്കും. പക്ഷെ ആ മനുഷ്യൻ എങ്ങനെയെല്ലാമാണ് ഈ സ്വഭാവത്തിൽ നിൽക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ 4 കാര്യം പഠിച്ചു. ഇനി അഞ്ചാമതൊരു കാര്യമുണ്ട്. ഏതാണ് അഞ്ചാമതൊരു കാര്യം? ആ കാര്യമാണ് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ആരുടെ സ്വഭാവം? യേശുവിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. പോകും. എല്ലാ മനുഷ്യർക്കും യഥാർത്ഥത്തിലൊരു സ്വഭാവമുണ്ട്. അതെവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നു? പ്രാണനിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ഈ പ്രാണനിൽ ആ സ്വഭാവം എവിടെ നിന്ന് വരുന്നു? ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് ആ പ്രാണനെ ദൈവം കണ്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ വരുമ്പോൾ വിശ്വസ്തന്മാരെ കാണും. എങ്ങനെ വിശ്വസ്തന്മാരുണ്ടാവണേ എങ്ങനെ? വചനം പറയുന്നത്, അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, വിശ്വസ്തനാകാൻ എനിക്ക് കൃപ ലഭിച്ചതാണ്. വിശ്വസ്തനാകണമെങ്കിൽ കർത്താവിന്റെ കൃപ ലഭിക്കണം. ഇനി ഞാൻ എങ്ങനെ നിഷ്കളങ്കനാകുന്നു? നിഷ്കളങ്കനാകണമെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ജീവിക്കേണ്ടത് നിഷ്കളങ്കനായിട്ടാണെന്ന് എനിക്ക് മുൻനിശ്ചയമുള്ളൂ. അപ്പോൾ ലോകത്തിൽ വരുമ്പോൾ ഞാൻ വിശ്വസ്തതയും നിഷ്കളങ്കതയും എന്നിൽ വെളിപ്പെട്ട് ഏതിൽ കൂടി വരും? ഈ മുൻ നിയമിക്കപ്പെട്ട പ്രാണനിൽ നിന്ന് പുറപ്പെട്ടു വരും. അത് പുറപ്പെട്ടു വരും. കർത്താവിന്റെ സ്തോത്രം. അവിടെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? ഈ പ്രാണനാണ്. കർത്താവ് മുൻകണ്ടിട്ടുള്ള ഈ പ്രാണനാണ് നിത്യജീവനെ ആഗ്രഹിക്കുന്നത്. അതിനൊരു സ്വഭാവമുണ്ട്. അതിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കാൻ എവിടെ സമയമാണ്? അതിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കാൻ എവിടെയാണ് സമയം? കാരണം പിതാക്കന്മാർ വഴി കിട്ടിയത് ഒരു വശത്ത്, നക്ഷത്രരാശികൾ വഴി കിട്ടിയത് വേറൊരു വശത്ത്, ദേശാധികാരത്തിൽ നിന്ന് കിട്ടിയത് വേറൊരു വശത്ത്, ബാധിക്കുന്ന ആത്മാവിൽ നിന്ന് കിട്ടിയത് വേറൊരു വശത്ത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞെരിഞ്ഞ ഒരാളിരിപ്പുണ്ട്. ഒരു വ്യക്തി, ഒരു ദേഹി എന്ന് പറയുന്ന പ്രാണൻ ഉള്ളിലിരിപ്പുണ്ട്. അതിൻ്റെ സ്വഭാവമാണ് കർത്താവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ആ സ്വഭാവമാണ് ദൈവം കണ്ട ജനത്തിൻ്റെ, ആ ദേഹിയുടെ സ്വഭാവമാണ് വിശ്വസ്തതയും നിഷ്കളങ്കതയും, ജീവന് വേണ്ടി ആഗ്രഹിക്കുകയും നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. 4 കാര്യങ്ങൾ മറന്നു പോകരുത്.
1 വിശ്വസ്തത, 2 നിഷ്കളങ്കത, 3 ജീവന് വേണ്ടി ആഗ്രഹിക്കുക, 4 നീതി വസിക്കുന്നൊരു ലോകം. ഇത്രയും കാര്യങ്ങളാണ് ഈ ദൈവം കണ്ടിട്ടുള്ള ഈ ദേഹിയുടെ ആഗ്രഹം. പക്ഷേ ഈ ആഗ്രഹം എന്താണെന്ന് ഓർത്തിയില്ല. കാരണം മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പോൾ മൂടപ്പെട്ട് ജീവിക്കുക. എന്തിനാൽ പിതാക്കന്മാരുടെ അപ്പൻ്റെ സ്വഭാവം അതുണ്ട്, അപ്പൻ്റെ സ്വഭാവം വായിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. നക്ഷത്രരാശികളുടെ സ്വഭാവമുണ്ട്, ദേശത്ത് ജനിച്ച് ദേശാധികാരത്തിൻ്റെ സ്വഭാവമുണ്ട്, ബാധിക്കുന്ന ആത്മാവിൻ്റെ സ്വഭാവമുണ്ട്. ഇതെല്ലാം കൂടെ കൂടി ഇത് വേർപെട്ട് വരാൻ സമയമില്ല. കർത്താവിന് സ്തോത്രം. ഈ സ്വഭാവമാണ് അതിൽ വെച്ചുകൊണ്ടാണ് ദൈവം വിധിക്കുന്നത്. അതുകൊണ്ടാണ് 10 വചനം പറയുന്നത്, അന്തർഭാഗത്തിൻ്റെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ദൈവമേ, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ.